ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വാഴാനി ഡാം എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ വാഴാനി ഡാമിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. അങ്ങനെ നമ്മളിപ്പോൾ വാഴാനി ഡാമിൻ്റെ പാർക്കിംഗ് പ്ലേസിലേക്ക് കടക്കുകയാണ്. ഇവിടെ നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടം വരെ വടക്കാഞ്ചേരിയിൽ നിന്നും വരുന്ന ബസ്സുകൾ, വാഴാനി വരെ വരുന്ന ബസ്സുകൾ ഇവിടെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇവിടെ വിശാലമായ പാർക്കിംഗ് സൗകര്യമാണ്. വാഹനങ്ങളിൽ വന്നാൽ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നമ്മൾ ആ സ്റ്റെപ്പുകൾ കയറിപ്പോയി ടിക്കറ്റ് എടുക്കാം. ഒരാൾക്ക് 20 രൂപയാണ് ചാർജ് വരുന്നത്. ഇത് ഈ ഡാമിൻ്റെ പ്രധാന കവാടമാണ്. ഈ കവാടം കടന്ന് നമ്മൾ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ടിക്കറ്റ് അവിടെ കാണിക്കേണ്ടതുണ്ട്. അത് കാണിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതാണ് ഞാൻ അവിടുന്ന് എടുത്ത ടിക്കറ്റ്. 2 പേരുള്ള കാരണം കൊണ്ട് 40 രൂപയും 20 രൂപ കാർ പാർക്കിംഗ് ചാർജുമാണ് വരുന്നത്. അവിടെ നിന്ന് നടന്ന് നമ്മൾ മുകളിലേക്ക് നടന്നാൽ കാണുന്ന നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു അന്തരീക്ഷം തന്നെയാണ്. ചെറിയൊരു കയറ്റം തന്നെയാണ്. ഇപ്പൊ നമ്മൾ നടക്കുന്നത് ഡാമിന്റെ കെട്ടിന്റെ മുകളിലേക്കാണ്. നടക്കുമ്പോൾ തന്നെ നമുക്ക് ഈ സൈഡ് വശങ്ങളിലെല്ലാം ഇങ്ങനെ നിറയെ വൃക്ഷങ്ങളും പൂക്കളും ഒക്കെ കാണാം. അവിടെ നിന്ന് വീണ്ടും കുറച്ച് കയറാനുണ്ട്, നടന്ന് മുകളിലേക്ക് കയറാനുണ്ട്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അവിടുന്ന് നോക്കിയ ഇടത്തെ സൈഡിലായിട്ട് നമുക്ക് ഒരു ചെറിയ വഴിയിലൂടെ നടന്നാൽ അവിടെ ഒരു സ്റ്റേജ് പ്രോഗ്രാമൊക്കെ നടത്താവുന്ന സൗകര്യത്തിൽ ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ പ്രോഗ്രാമുകളൊന്നുമില്ല. പ്രോഗ്രാമുകളൊക്കെ ചില സീസണുകളിലാണ് ഉണ്ടാവാറ്. ഓഡിയൻസിന് ഇരിക്കാവുന്ന നല്ല സൗകര്യങ്ങളും ഒരു സ്റ്റേജും മനോഹരമായി നിർമ്മിച്ചിട്ടുണ്ട്. വീണ്ടും മുകളിലേക്ക് നടന്നാൽ നമുക്ക് അതേ സൈഡിലൊക്കെ നമുക്ക് ഊഞ്ഞാലുകളൊക്കെ കെട്ടിയിട്ടുണ്ട്. സാധാരണ ഊഞ്ഞാലുകളൊക്കെ അതിലൊക്കെ നമുക്ക് ഇരുന്ന് ആസ്വദിക്കാവുന്നതാണ്. ഏകദേശം മുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഡാമിന്റെ മുകൾ വശത്ത് വീണ്ടും ഒരു ഗേറ്റ് കാണാം. അതിലൊരു വലിയ ഗേറ്റും ഒരു ചെറിയ ഗേറ്റും ഉണ്ട്. വലിയ ഗേറ്റ് വാഹനങ്ങൾ കയറി പോകാൻ വേണ്ടി സൗകര്യം ചെയ്തിട്ടുള്ളതാണ്. ചെറിയ ഗേറ്റിലൂടെയാണ് നമ്മൾ ഉള്ളിൽ കടക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് അവിടെ ഇരുന്ന് ഡാമിലേക്ക് വീക്ഷിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ ആ ചെറിയ ഗേറ്റിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഇത് ഡാമിന്റെ കെട്ടാണ്. ഈ ഡാം 1952 നിർമ്മാണം തുടങ്ങിയത്. 1962 അത് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. ഡാമിന്റെ മുകളിലൂടെ നോക്കുമ്പോൾ ഡാമിൽ വെള്ളമില്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്നു. മഴ വളരെ കുറവായതുകൊണ്ട് ഈ ഡാമിൽ വെള്ളം വളരെ കുറവാണ്. ഷട്ടറിന്റെ അവിടെ ഒന്നും വെള്ളം എത്തിയിട്ടില്ല എന്നാണ് അവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇതേ കണ്ടില്ലേ, ഇവിടെ മറ്റേത് ഇവിടെയൊക്കെ വെള്ളം നിറയാറുള്ളതാണ്. ഈ എഡ്ജ് വരെ വെള്ളം കയറാറുള്ളതാണ്. ഇപ്പൊ തീരെ വെള്ളമില്ല.
നമുക്ക് നടന്ന് കാണാം. തീരെ കുറവാണ് വെള്ളം. ഇവിടെ ഈ ഫിഷിങ്ങിനൊക്കെ ഉപയോഗിച്ചിരുന്ന ബോട്ടുകളൊക്കെയാണ് ഈ കിടക്കുന്നത്. അതൊന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ഇതേ കാണുന്നതാണ് ഡാമിന്റെ കിണർ എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമാണ്. പുറത്തേക്ക് വെള്ളം തുറന്നു വിടാറുള്ളത്. അത് നമുക്ക് ചെറുതായിട്ട് കാണാം. അടുത്ത് വരുമ്പോൾ വളരെ ഭംഗിയായി കാണാം. പിന്നെ ഡാമിൽ വെള്ളം നിറയുകയാണെങ്കിൽ ഈ സമയങ്ങളിലൊക്കെ സാധാരണ ആഗസ്റ്റ് 15 ടൈമിലൊക്കെ വെള്ളം നിറയെ ഉണ്ടാവാറുള്ളതാണ്. ഡാമൊക്കെ ഒന്ന് തുറന്നു കൊടുക്കാറുള്ളതാണ്. ഇപ്പോൾ ഡാമിൽ ഷട്ടറുകളൊന്നും ഉയർന്നിട്ടില്ല. ഷട്ടറുകൾ ഉയർത്താനുള്ള ഷട്ടറിന്റെ ഭാഗത്തേക്കൊന്നും വെള്ളം എത്തിയിട്ട് തന്നെ ഇല്ല എന്നാണ് പറയാൻ കഴിഞ്ഞത്. പുറത്തേക്ക് വെള്ളം തുറന്നു വിടുന്ന ഒരു ഭാഗം കൂടിയാണ് ഇതിൻ്റെ. ഷട്ടർ കൂടി അല്ലാതെ തോടുകളിലേക്കും മറ്റും വെള്ളം, കനാലിലേക്കും തോടുകളിലേക്കൊക്കെ വെള്ളം തുറന്നു വിടുന്ന ഭാഗങ്ങളാണ്. അവിടേക്ക് നമുക്കതിന്റെ മുകളിലേക്ക് ചെല്ലാനുള്ള ഇതില്ല. അത് ഇപ്പൊ കണ്ടില്ലേ, ഇതാണ് അതിന്റെ മുകളിൽ നിന്ന് കാണുന്ന ഒരു ദൃശ്യം. ഇത് ഒരു വിശാലമായ ഗാർഡൻ തന്നെയാണ്. നമുക്ക് അവിടെ ചെന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇത് മുകളിൽ നിന്നുള്ള ഗാർഡന്റെ ഒരു ദൃശ്യം എടുത്തു. പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല. ഞങ്ങളൊക്കെ ആദ്യമൊക്കെ പോയിരുന്നാണ്. ഇപ്പോഴൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല. എന്നിരുന്നാലും നമുക്ക് അവിടുന്ന് ആരും ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ അങ്ങോട്ട് കയറിയതാണ്. അന്ന് അവിടെ നിന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡാമിന്റെ എല്ലാ വശങ്ങളും വളരെ കിണറാണ്. എല്ലാ വശങ്ങളും വിശുദ്ധമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഭാഗമാണിത്. ഡാമിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഭാഗമായ കാരണം കൊണ്ട് അങ്ങോട്ട് പ്രവേശനമില്ല. അപകടങ്ങൾ കൂടുതലുള്ള കാരണം കൊണ്ടാണ് അങ്ങോട്ട് പോകാത്തത്, ആരെയും കടത്തി വിടാത്തത്. ഇതുപോലെ തന്നെ ആ അറ്റത്തും ഒരെണ്ണം കാണാം. അവിടെയും ഇതേപോലെ പ്രവേശനമില്ല എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. ഡാമിൽ കണ്ടില്ലേ, ശരിക്കും നിറയെ വെള്ളമായി കഴിഞ്ഞാൽ ആ മരങ്ങൾ കിട്ടുന്നത് വരെ വെള്ളം ഉണ്ടാവും. ഗാർഡന്റെ മുകളിൽ നിന്നുള്ള ഭംഗി കണ്ടില്ലേ, ഒരു എടുത്തു പറയേണ്ടത് തന്നെയാണ്. വെറും 20 രൂപയ്ക്ക് നമുക്ക് ഇത്രയും വിശാലമായ ഒരു ഡാമിൽ കയറി കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അധികം ആർക്കും അറിയാത്തൊരു ഡാമാണ്. പ്രദേശവാസികൾക്ക് മാത്രമേ അറിയുള്ളൂ. ഈ ഡാമിന്റെ സ്റ്റെപ്സ് ഉണ്ട് ഇവിടെ, അത് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ആ കിണറിൻ്റെ അവിടെ നിന്ന് നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ ഞങ്ങൾ ദിവസവും വന്ന് കുളിച്ചിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോഴൊന്നും അങ്ങോട്ട് ആരെയും കടത്തി വിടുന്നില്ല. വീണ്ടും നമ്മൾ അടുത്ത ഷട്ടറിൻ്റെ അവിടേക്കാണ് നടക്കുന്നത്. കുറച്ച് വഴി നടക്കാനുണ്ട് കേട്ടോ, കുറച്ചധികം നടക്കാനുണ്ട്. ഡാമിന്റെ കെട്ടിന്റെ മുകളിൽ കൂടെയാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മണ്ണുകൊണ്ട്, പൂർണ്ണമായും മണ്ണുകൊണ്ട് നിർമ്മിച്ച ഒരു ഡാമാണ്. അത് ഇന്ത്യയിൽ തന്നെ മണ്ണുകൊണ്ട് നിർമ്മിച്ച ആദ്യത്തെ ഡാം എന്നുള്ള പേര് കൂടി ഈ വാഴാനി ഡാമിനുണ്ട്. ഇതേ കണ്ടല്ലേ, അടുത്തൊരു കിണറാണ്. ഇത് ഓരോ ഭാഗത്തേക്ക് വെള്ളം വിടുന്നതാണ്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഡാമിന്റെ എല്ലാ വശങ്ങളും കാണാം. ഈ ഡാമിന്റെ മുകൾ വശം വരെ വെള്ളം കയറാറുള്ളതാണ്. ഇത് അവിടെ ഒരു പവലിയൻ ഉണ്ട്. ആ പവലിയനില് ഇപ്പോൾ ഓപ്പൺ അല്ല, അത് കാരണം കൊണ്ടാണ്. ഷട്ടർ ഇവിടെയാണ് 4 ഷട്ടറുകൾ ഉള്ളത്. ഷട്ടറിന്റെ അടുത്ത് വരെ വെള്ളം ഇതുവരെ എത്തിയിട്ടില്ല. ഒരുപാട് അകലെയാണ് വെള്ളം കിടക്കുന്നത്.
കണ്ടില്ലേ, ഇതിന്റെ പഴുതു കൂടെ ഒക്കെ നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. അതിന്റെ മുകളിൽ കയറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ സൗകര്യമായിട്ട് എടുക്കാമായിരുന്നു, ഒന്നും എടുത്തില്ല. അവിടെ നിന്നും നമ്മൾ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കാണാവുന്ന കാഴ്ച ഇതാണ്. ഈ ഡാമിന്റെ ഷട്ടറുകളാണ്. ഈ ഷട്ടർ കൂടെയാണ് വെള്ളം തുറന്നു വിടാറ്. അപ്പോൾ അതിന്റെ അടിവശം മുഴുവൻ പാറകളാണ്. അത് കാരണം കൊണ്ട് നല്ല ഒരു ഭംഗി തന്നെയാണ്. നമ്മൾ താഴെ ഇറങ്ങിയിട്ട് അതിന്റെ വ്യൂ നമുക്ക് ശരിക്കും കാണാം. നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഈ പാറക്കെട്ടുകൾ കൂടിയാണ് ഈ ജലം ആ പുഴയിലേക്ക് ഒഴുകുക. ആ 4 ഷട്ടറുകളും തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി തന്നെയാണ് ആ വെള്ളം വരുന്നത് കാണാൻ. അത് ഇപ്പോൾ വെള്ളമില്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ വെള്ളം തുറക്കട്ടെ എന്ന് വെച്ചിട്ട് ഇത്ര നാളും പോവാതിരുന്നത്. വെള്ളം തുറക്കുന്ന ലക്ഷണമുണ്ട്. ഇത് ഒരു തൂക്കുപാലാണ്. ഈ തൂക്കുപാലം കുറച്ച് കാലമായിട്ടുള്ളൂ ഇവിടെ പണി കഴിച്ചിട്ട്. ഈ തൂക്കുപാലത്തിൽ നിന്ന് ഷട്ടർ തുറന്നാൽ വളരെ മനോഹരമായിട്ട് കാണാവുന്നതാണ്. ഈ തൂക്കുപാലത്തിലൂടെ നടക്കുമ്പോൾ ഒരു ചെറിയ ഭയം ഉണ്ടാവും, ഇങ്ങനെ കുലുങ്ങി വരുന്നവരുണ്ട്. 2 റോപ്പിലാണ് ഇത് ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പുഴയിലൂടെയാണ് വെള്ളം ഒഴുകി പോവുക. ഇവിടെ നിന്നിട്ട് നമുക്ക് ഷട്ടർ തുറക്കുന്ന സമയത്തൊക്കെ വെള്ളം ഒഴുകി വരുന്നത് കാണാൻ വളരെ ഭംഗിയാണ്. ഇങ്ങനെ വെള്ളം ആ പാറയിൽ കൂടെ ഒക്കെ തട്ടിത്തെറിച്ച് വരുന്നതൊക്കെ കാണാൻ നല്ല ഒരു ഭംഗി ഉണ്ടായിരിക്കും. നമ്മൾ നടക്കുമ്പോൾ ഒരു കുലുക്കുണ്ടായിരിക്കും, ഒരു ചെറിയ ഭയമൊക്കെ ഉണ്ടാവും. എന്നാലും വളരെ സേഫ്റ്റി തന്നെയാണ്. നല്ല നീളമുള്ള ഒരു റോപ്പ് പാലം തന്നെയാണ്. ആ സൈഡിൽ നിന്ന് വരുന്ന വെള്ളം ഈ പുഴയിലൂടെയാണ് ഒഴുകി പോകുന്നത്. അവിടുന്ന് നമ്മൾ കയറി ഗാർഡനിലേക്ക് നടക്കുകയാണ്. അവിടെ ഇങ്ങനെ കുടകളും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അവിടേക്കൊന്നും കൂടുതൽ വീഡിയോ എടുക്കാത്തത് വേറൊന്നുമല്ല, ഈ കപ്പിൾസ് ഇഷ്ടംപോലെ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കി, മാക്സിമം കണ്ടമാനം പേരുണ്ടായിരുന്നു, ഞാനതൊക്കെ ഒഴിവാക്കി വീഡിയോ എടുത്തിട്ടുള്ളതാണ്. അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് ഗാർഡനിലേക്ക്. ഗാർഡൻ ഇരിക്കുന്നത് ഡാമിന്റെ അടിവശത്താണ്. എങ്ങോട്ട് തിരിഞ്ഞാലും കപ്പിൾസ് ഉണ്ട്. പക്ഷെ ഞാനതൊക്കെ കുറെയൊക്കെ എഡിറ്റ് ചെയ്ത് കളഞ്ഞതാണ്. നമ്മൾ വീണ്ടും ഗാർഡനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നടന്ന് നീങ്ങുമ്പോൾ ഇഷ്ടംപോലെ കപ്പിൾസ് അവിടെ ഇവിടെയൊക്കെ കാണാം. പക്ഷെ നമ്മളതൊന്നും റെക്കോർഡ് ചെയ്യാൻ മുതലാതെ അഥവാ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് മാക്സിമം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സൈഡൊക്കെ കാണാൻ എന്തൊരു മനോഹരാണെന്ന് അറിയാം. അവിടെയൊക്കെ നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു ഇത് തന്നെയാണ്. നല്ല തണലും നല്ല തണവും ഉണ്ട്. നമ്മളിത് അവിടെ ഗാർഡനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇപ്പൊ നമ്മൾ നടന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ പുഴയിൽ നമ്മൾ കണ്ടില്ലേ ആ കിണറിൽ നിന്ന് വരുന്ന വെള്ളം വരുന്ന ചെറിയ ഷട്ടറാണ്. ഇത് കനാലിലേക്കൊക്കെ പോകുന്ന വെള്ളമാണ്. ഇപ്പൊ തുറന്നിട്ടില്ല, കനാൽ തുറക്കാത്ത കാരണം കൊണ്ടാണ്. ഇവിടെ 2ആയി പിളർന്നിട്ടാണ് വെള്ളം പോകുന്നത്, അവിടുന്ന് വരുന്ന വെള്ളം. ഇത് ഈ കൃഷി ആവശ്യങ്ങൾക്കും കുടിവെള്ളത്തിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന വെള്ളങ്ങളാണ്. ഈ മറവിലൊക്കെ ഇരിക്കുന്നുണ്ടാവും കപ്പിൾസ്. അപ്പൊ അതൊക്കെ ഒന്നും പെടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ റെക്കോർഡ് ചെയ്തതും അഥവാ പെട്ടതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അവിടുന്ന് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നല്ലൊരു അന്തരീക്ഷം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടെയുള്ള അടുത്തുള്ളവർക്കല്ലാതെ വേറെ ആർക്കും ഇങ്ങനെ ഇത്രയും മനോഹരമായൊരു അണക്കെട്ടുണ്ട് എന്നുള്ളത് അറിയില്ല. അത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗാർഡന്റെ സൈഡിലുള്ള ഒരു ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. ഈ ചിൽഡ്രൻസ് പാർക്കില് ഈ ഏകദേശം
ഒരു 4 മണി കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടികളൊക്കെ വരിക. സൺഡേകളിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഒഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച ആയി കാരണം കൊണ്ട് തീരെ ജനങ്ങളില്ല. ഇവിടെ നിരവധി കുട്ടികൾക്ക് കളിക്കാനുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ ഡാം സന്ദർശിക്കുന്നത് ഒരു നഷ്ടമായി തീരില്ല. എല്ലാവർക്കും കുറെ പേർക്ക് അറിയില്ല അങ്ങനെ ഒരു ഡാമുള്ള വിവരം തന്നെ. തൃശ്ശൂർ ജില്ലയില് ഇത്ര അടുത്ത് തന്നെ ഇങ്ങനെ ഒരു ഡാം കിടക്കുന്നുണ്ട് എന്നുള്ള വിവരം. നമ്മൾ അവിടുന്ന് കയറി വീണ്ടും ഗാർഡനിലേക്ക് തന്നെ നടക്കാണ്. അവിടെ ഒരു ശിവന്റെ സ്റ്റാച്ചു ഉണ്ട്. അതുപോലെ അങ്ങിങ്ങായിട്ട് കാണാം ഇഷ്ടംപോലെ സ്റ്റാച്ചുകളൊക്കെ. വൃക്ഷമൊക്കെ മാക്സിമം വെട്ടി നിർത്തി ഭംഗിയാക്കി നിർത്തിയിട്ടുണ്ട്. ഈ ഓണമൊക്കെ ആവുമ്പോൾ നിറയെ ജനങ്ങൾ വരുമല്ലോ, അതിന് മുന്നോടിയായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ വെള്ളം തുറന്ന് പമ്പി ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോഴൊന്നും പമ്പിങ്ങൊന്നും ഇല്ല. കണ്ടില്ലേ, അവിടെ പഴയ കാലത്തൊരു വാഴാനി ഡാം എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഒരു 5 കിലോമീറ്റർ അകലെ നിന്ന് നോക്കിയാലും കാണായിരുന്നു ആ കെട്ട്. ഇതൊന്നും കാണാൻ കഴിയില്ല, അവിടെ ആ ലെറ്റേഴ്സ് തന്നെ കാണാനില്ല. അപ്പോൾ വീണ്ടും നമ്മൾ ഗാർഡനിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗാർഡൻ കാണാൻ നല്ല മനോഹരം തന്നെയാണ് കേട്ടോ. ഡാമിന്റെ മുകളിലൊക്കെ കുറെ പേര് വന്നു തുടങ്ങിയിട്ടുണ്ട്. വെയില് ചൂടാറുമ്പോഴാണ് ഏകദേശം ആളുകൾ വരിക. നമുക്ക് എത്രമാത്രം കാണാനുണ്ടെന്നുള്ളത് നോക്കി തന്നെ വേണം. ഗ്ലെയർ വരുന്നുണ്ട് എന്തായാലും. അത് കാരണം കൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് നടന്ന് ഇതേ കണ്ടില്ലേ, കപ്പിൾസൊക്കെ പോകുന്നുണ്ട്. ഇത് മാക്സിമം കട്ട് ചെയ്യാവുന്നവർക്ക് കട്ട് ചെയ്തിട്ടുണ്ട്, ചിലതൊക്കെ കെട്ട് പോകും. അവിടെയും നമുക്കൊരു സ്റ്റാച്ചു കാണാം, ഒരു കർഷകന്റെ സ്റ്റാച്ചു ആണ്. അവിടെ നടന്ന് നമ്മൾ പോകുമ്പോ ഒരു പന്തല് കാണാം. അവിടെയും ഒരു സ്റ്റാച്ചു ഉണ്ട്, ഒരു ലേഡിയുടെ സ്റ്റാച്ചു നിൽക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല തണലുള്ളൊരു പന്തൽ തന്നെയാണ്. അവിടെയും കപ്പിൾസൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ നല്ല രസമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. ഒരു രീതിയിലും ചൂടടിക്കില്ല, അങ്ങനത്തെ ഒരു ഇതാണ്. അവിടെ നിന്ന് കയറി നമ്മൾ എൻട്രൻസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പുറത്തേക്ക് പോകാനുള്ള വഴി നോക്കുക. പോവാനും വരാനൊക്കെ ഒരു വഴി തന്നെയാണ് ഉപയോഗിക്കുന്നത് മാക്സിമം. എവിടെയും കാണാൻ നമുക്ക് കുറെ ഊഞ്ഞാലുകളൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഈ മരം എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ഒരു മരമാണെന്നറിയാം. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ മരം ഇതുപോലെ തന്നെ കാണണം വരെ എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. ആ മരം മാറ്റി പുതിയ മരമൊന്നല്ല, പഴയ മരം തന്നെയാണ്. വാഴാനി ഡാമിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.